മുടി കൊഴിഞ്ഞു പോയ സമയത്ത് മുടിക്ക് ഉള്ളു വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മുടിക്ക് ഒരുപാട് നീട്ടം വെച്ചില്ലേലും കുറച്ച് ഉള്ളു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? മുടി കൊഴിഞ്ഞു പോയിട്ട് മുടിക്ക് ഒട്ടും ഉള്ളില്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് എവിടെയെങ്കിലും പോകുന്ന സമയത്താണ്. ഒരു ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ഊരിപ്പോകുന്ന രീതിയിൽ അത്രയ്ക്ക് ഉള്ളില്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് വേണ്ടത് കയ്യൂന്നിയാണ്. കയ്യൂന്നി നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. വീട്ടിൽ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കാണിച്ചു തരും. മുടി വളരാനായിട്ട്, മുടിക്ക് ഉള്ളു വെക്കാനായിട്ട്, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ കയ്യൂന്നി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കയ്യൂന്നിയൊന്നും കിട്ടാനില്ല കേട്ടോ. ഈ സൈഡിൽ കുറേ നിപ്പുണ്ടായിരുന്നു. ഞാൻ എണ്ണ കാച്ചാനൊക്കെ ഇവിടുന്ന് തന്നെയാണ് എടുക്കാറ്. ഇപ്പോൾ ഒട്ടും കാണാനില്ല. തപ്പിപ്പറക്കി 2 ചെറിയ കഷ്ണം കയ്യൂന്നി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് പനിക്കൂർക്കയാണ്. കൂടുതലും ഹെയർ പാക്കുകളിൽ ഞാൻ പനിക്കൂർക്ക ഇല ചേർക്കാറുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അലർജി, ജലദോഷം ഇതൊന്നും വരാതിരിക്കാനായിട്ടുമാണ് നമ്മൾ പനിക്കൂർക്ക ഇല ഉപയോഗിക്കുന്നത്. ഈ ഹെയർ പാക്കൊക്കെ ഞാൻ എൻ്റെ മക്കൾക്കും തലയിൽ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പനിക്കൂർക്ക ഇല ഒഴിവാക്കാതെ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു ജാറിലേക്ക് ഞാൻ പറിച്ചെടുത്തിരിക്കുന്ന കയ്യൂന്നിയും പനിക്കൂർക്ക ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇത് മുടിയിൽ തേച്ച് കൊടുക്കാൻ പറ്റും. അവർക്കാണെങ്കിൽ ഒരുപാട് സമയമൊന്നും തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരം മാത്രം വെച്ചിരുന്നാൽ മതി. ഇനി നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയാണ്. മുടി വളരാനായിട്ട്, മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് മുരിങ്ങയില നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ചെറിയൊരു കുന്നുപോലുള്ള സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ മുരിങ്ങയില ഇല്ലെങ്കിലും തൊട്ട അയൽവക്കത്തെ വീടുകളിലൊക്കെ മുരിങ്ങയിലയുണ്ട്. ഞാൻ അവിടെ പോയിട്ടാണ് എടുത്തുകൊണ്ട് വരാറ് മുരിങ്ങയുടെ ഇല കേട്ടോ. മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സിങ്ക്, ഇരുമ്പ്, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ എ, ഇ, സി ഇവയെല്ലാം നമ്മുടെ ഈ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്ന ഹെയർ പാക്കിൽ കൂടുതലും മുരിങ്ങയുടെ ഇലയാണ് ചേർത്തിരിക്കുന്നത്. 8 തണ്ട് മുരിങ്ങയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ മാറാനും, മുടിക്ക് ഉള്ളു വെക്കാനും, മുടിക്ക് നല്ല രീതിയിൽ നീട്ടം വെക്കാനൊക്കെ മുരിങ്ങയില ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. മിക്കവാറും ഹെയർ പാക്കുകളിൽ ഞാൻ ഈ കറിവേപ്പിലയും ഉപയോഗിക്കാറുണ്ട്. 6 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുടി വളർച്ച കൂട്ടാനും, മുടി കൊഴിച്ചിൽ മാറാനും, അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും കരുത്ത് നൽകാനൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നത്. അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും അരച്ചെടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. ചായവെള്ളം ആണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ അതിന് പകരം 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിലുണ്ടല്ലോ 5 മക്കളാണ്. അതിനകത്ത് നടുക്കത്തെ മോനെ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ചേട്ടായി ജോലി ചെയ്തിരുന്ന അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നത്. ക്ലോറിൻ വാട്ടറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത റൂമിൽ ഷേർലി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഈ ഹെയർ പാക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ മോനുണ്ടായതുകൊണ്ടും പിന്നെ മുടി ശ്രദ്ധിക്കാതെയൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നത്. മുടിക്ക് ഒട്ടും ഉള്ളും നല്ല രീതിയിൽ തന്നെ ഉള്ളു കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഉള്ളൊക്കെ വെച്ചു, മുടി കൊഴിച്ചിലൊക്കെ മാറി. നന്നായിട്ട് തലയോട്ടിയിൽ ചെറിയ ചെറിയ മുടികളൊക്കെ ആ സമയത്ത് കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ തലയിലൊക്കെ പറ്റി പിടിച്ചിരുന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെയാണ് ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ചെറിയ പഞ്ഞി ഉണ്ടെങ്കിൽ ആ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഈ സ്പ്രേ ബോട്ടിൽ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലും തേക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നല്ല മുടിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു തിളക്കമൊക്കെ കിട്ടും. നമ്മൾ ഈ ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഷാമ്പുവോ സോപ്പോ ഒന്നും ഇട്ട് കഴുകരുത്. ചുമ്മാ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ മതി. തലയോട്ടിയിൽ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴേ നമ്മുടെ തലയോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഹെയർ പാക്കൊക്കെ നല്ല രീതിയിലൊന്നും തലയോട്ടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ. നല്ല രീതിയിൽ ഉള്ളു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടും.
പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ തേച്ച് കൊടുക്കാറുണ്ട്, മക്കളുടെ തലയിൽ തേച്ച് കൊടുക്കാറുണ്ട്. അമ്മ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ അമ്മയ്ക്കും കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മയും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ആരും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെയാണ് ഹെയർ വാഷ് ചെയ്യാറ്. മക്കളാണെങ്കിൽ 5 മിനിറ്റ് നേരെ മുടിയിൽ വെക്കാറുള്ളൂ, അതിനുശേഷം അവർ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറ്. അലർജി, തുമ്മൽ, ജലദോഷം അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയുള്ളവരാണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തെടുത്തോളൂ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്കുകളും ഹെയർ സിറമും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ പങ്കുവെക്കാറ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പം എൻ്റെ അടുത്ത് വന്നിട്ട് കമൻറ്റിലൂടെ ഒന്ന് പറയണേ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ മുടിയിലൊക്കെ തേച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. ബൈ. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.